വീണ്ടും മറ്റൊരു ഗസ്റ്റ് ഉണ്ട്. നല്ലൊരു ആർപ്പോ വിളിച്ച് നമ്മൾ വെൽക്കം ചെയ്യേണ്ടി വരും. ഒരു ബിഗ് ബോസ് താരമാണ്, TCV കുടുംബാംഗമാണ്, തൃശ്ശൂരിന്റെ അടയാളമാണ്. TCVയുടെ എല്ലാ പ്രോഗ്രാമിലും ഒഴിച്ചുകൂടാനാകാത്ത മുടിചൂടാ മന്നനായിരുന്നു, മഹാമാവേലിയായിരുന്നു. അവിടേക്ക് പോയപ്പോ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെയുണ്ട് കലാപൂരം? എങ്ങനെയുണ്ട്? കലാപൂരം അടിപൊളി തന്നെയാണ്. നല്ല ഇൻട്രോ തന്നു. വെരി വെരി താങ്ക് യു. അപ്പൊ ഇനി ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളിപ്പോ വിട്ടോ. അല്ല അതായത് TCV എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ സ്വന്തം ചാനല്, അത് തൃശ്ശൂരിന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ചാനലാണ്. ഈ TCVയിൽ തൃശ്ശൂർ പൂരായാലും എന്ത് പ്രോഗ്രാം ആയാലും ഏറ്റവും നല്ല രീതിയിൽ ടെലികാസ്റ്റിംഗ് നടക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അതിപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ചാനലായെന്ന് പറയുന്നതല്ല, ക്ലാരിറ്റിയിലായാലും ശരി, എല്ലാ കവറേജിലായാലും ശരി, തൃശ്ശൂർ പൂരം ഏറ്റവും നല്ല രീതിയിൽ കവറേജ് ചെയ്യും. അതേപോലെ തന്നെ ഈ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കലോത്സവം തൃശ്ശൂരിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒട്ടും മാറ്റൊരുക്കാതെ നല്ല രീതിയിൽ കവറേജ് കൊടുക്കുകയാണ്. എല്ലാ സ്റ്റേജുകളിലും TCV പോകുന്നുണ്ട്, നല്ല രീതിയിൽ കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം TCVയിൽ ഞാൻ പണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. ആ പ്രോഗ്രാമിൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ജൂനിയറായിരുന്നു. എവിടെയാണ് ഷാരിയുടെ ഒക്കെ? ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും. നമ്മുടെ സിബിയൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വന്നിട്ട് ഏതെങ്കിലും മത്സരത്തിന് പോയിട്ട് അത്യാവശ്യം കലാപരമായ കാര്യങ്ങളൊക്കെ കഴിവുണ്ടെന്ന് അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യിപ്പിക്കാണ്ട് ആരും വിട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്താണ് ഞങ്ങൾക്ക് TCV പ്രേക്ഷകർ പെട്ടുപോയി. പക്ഷെ സമ്മാനം കൊടുക്കരുത് കേട്ടോ, കുട്ടികൾക്ക് മാത്രമേ അല്ല രസം എന്താ അറിയോ, നമ്മൾ ഭയങ്കര അതായത് ഈ കലോത്സവം കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ നാടായോണ്ട് പറയല്ല, തൃശ്ശൂരിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അല്ലേ? തൃശ്ശൂരിൽ ഈ കലോത്സവം നടക്കുമ്പോൾ എല്ലാ സ്റ്റേജുകളും അടുത്തടുത്താണ്. എല്ലാവർക്കും എല്ലാ സ്റ്റേജുകളും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓടി നടന്ന് തൃശ്ശൂർക്കാരെല്ലാവരും തന്നെ ഷോകൾ കാണുകയാണ്. ഞങ്ങൾ തന്നെ രാവിലെ വന്നതാണ് നമ്മളെല്ലാവരും. അപ്പോൾ പിന്നെ ഒരു ഉത്സവം, തൃശ്ശൂർക്കാർക്ക് എല്ലാ ഉത്സവമാണല്ലോ. അപ്പോൾ ഇത് 5 ദിവസവും നമ്മുടെ കലോത്സവം 64ാമത് കലോത്സവം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമായിട്ടാണ് തൃശ്ശൂർക്കാർ കൊണ്ട് നടക്കുന്നത്. മാത്രമല്ല എന്ത് കഴിവുള്ള എന്താ പറയാ, ഒന്നുമല്ല. കുട്ടികൾ വന്ന് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ശരി, കുട്ടികൾ വന്ന് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഞെട്ടിപ്പോവും. മാത്രമല്ല ആ സ്റ്റേജിൽ, നമ്മുടെ ഈ സ്റ്റേജിൽ, കലോത്സവത്തിന് ഈ സ്റ്റേജിൽ കളിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ വിജയിച്ചവരാണ്. ഇക്കണ്ട ജനപ്രവാഹം എത്രയോ ജനങ്ങളുടെ മുമ്പിലാണ്. അവരുടെ സ്നേഹവും അവരുടെ ആ ഒരു കയ്യടിയും മതി നമുക്ക്. പിന്നെയൊക്കെ ഏറ്റക്കുറച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഓരോ കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യും? അതൊരു മുൻകൂർ ജാമ്യാണ്. ഇതിനായിരുന്നോ? അല്ല, ഏറ്റവും ഫേമസ് ആയിട്ട്, അതായത് ബിഗ് ബോസിൽ പോയതിനു ശേഷം ഈ പാട്ട് വളരെ ഹിറ്റായി. സ്വന്തം പാട്ട് തന്നെയാണ്. അയ്യോ അത് വേണ്ട, അത് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു വേറൊരു സംഭവം ചെയ്യാം. അതായത് പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും സൂരജനൊക്കെ അറിയാം, ഇതിൻ്റെ പിന്നീട് പ്രവർത്തിക്കുന്ന സൂരജനൊക്കെ നന്നായിട്ട് അറിയാം, സിബിക്ക് അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാൻ തോന്നുന്നു. ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞിക്കൂന്നോ എന്തെങ്കിലും കാണിച്ചു തരാം. മൈക്ക് ആയിക്കോട്ടെ. അതിന് മുടിയൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കിയോണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് ശാരീരം കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഇപ്പോഴെങ്കിലും പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നിത്യഹരിത നായികയാണ്. ഇപ്പൊ ചെറുതായിട്ട് പ്രായം തോന്നിച്ചോളൂ. ശരി, അതാണ്. അപ്പൊ നമ്മള് ഈ മുടിയൊക്കെ ഇത് ഇങ്ങനെ ആക്കി, അത് കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഈ കൈയൊക്കെ ഇങ്ങനെ ഒരു കയ്യടിയൊക്കെ കൊടുക്കട്ടോ. എല്ലാരും എന്നെ വിളിക്കുന്നത് കുഞ്ഞെന്നാ, പക്ഷേ ഞാനെന്നെ വിളിക്കണത് വിമൽ കുമാർ എന്നാ. പിന്നെ ഈ ചോദ കുട്ടിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു. സോറി, ഞാൻ ബുക്കടാ. ഇനിയിപ്പോൾ കുട്ടിക്ക് നിർബന്ധം വെച്ചാൽ 333-943 വിളിച്ചാൽ മതി. അതെൻ്റെ ഫോട്ടോ പറ, എനിക്ക് ഞാനങ്ങോട്ട്. അപ്പോൾ എന്തായാലും കലോത്സവം നന്നാവട്ടെ. അവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് വളരെയധികം നന്നായി വരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഷാരിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. 2 വരി പാട്ട് ഷാരി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടണം. ഇവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കണ്ടോ, കുച്ചിപ്പുടി 2 നർത്തകരാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അതെ, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അപ്പോൾ കലോത്സവം അടിച്ചു പൊളിക്കുക. ഒരു മൊമെന്റോ വേണമെങ്കിൽ കൊടുക്കാം. വേഗം തരൂ ദൈവമേ. താങ്ക് യു, വെരി താങ്ക് യു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വെരി താങ്ക് യു. ഇത് കഴുത്തിലിട്ട് തരണുണ്ട്. വെരി താങ്ക് യു. വീഡിയോ അയച്ചു കൊടുക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു മെഡൽ കിട്ടണത്.
TCV സ്റ്റുഡിയോന്നായി. അതെ. വളരെ സന്തോഷം. അതാരാ അത് ഒരു അന്തം നിൽക്കുന്നുണ്ടല്ലോ അവിടെ? എന്തായാലും ഒരുപാട് സന്തോഷം. ഏതാ? താങ്ക് യു സോ മച്ച്. അതെ, തന്നു